ഹായ്, എൻ്റെ പേര് അനൂപ് മേനോൻ എന്നാണ്. ഞാൻ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഡ്രീം കാസൽ റിയൽ എസ്റ്റേറ്റ്. ഞാൻ 10 വർഷമായിട്ട് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലയൻ്റ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ ക്ലയൻ്റായി മാറി. പുള്ളിയുടെ പേര് പ്രകാശ് എന്നാണ്. പുള്ളി ബിൻ ഹൈദർ ഗ്രൂപ്പിലെ ഫിനാൻസ് മാനേജറാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പം നമ്മൾ ഈ ഒരു സംസാരം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഫിനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് പ്രകാശ് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം പല സംശയങ്ങളും തീർത്ത് അതിന് ശേഷമാണ് കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പ്രകാശ് ഈ പ്രോപ്പർട്ടി എടുത്തത്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇത് ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മളൊരു ഡിസ്കഷനിലൂടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതായത് എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി ദുബായിൽ എടുക്കേണ്ടതെന്നുള്ളത് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു മീറ്റിങ്ങിലും ഈ ഒരു ഡിസ്കഷൻ്റെയും ഒരു പ്ലാന്. എനിവേ, എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട് പ്രകാശ് ഇങ്ങോട്ട് എൻ്റെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇന്ന് വരാൻ കഴിഞ്ഞതിൽ, നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞതിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. സോ പ്രകാശ് പറയൂ. താങ്ക്സ് അനൂപ്ജി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ് എൻ്റെ ഡൗട്ട്സ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനെ പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ നമ്മൾ 2 വർഷം മുമ്പ് പ്രകാശ് എടുക്കുന്ന സമയത്തുള്ള അതിനെക്കാട്ടിലും ഗ്രോത്താണ് ഡെഫിനറ്റ്ലി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. എടുത്ത പ്രോപ്പർട്ടിയുടെ അപ്രീസിയേഷനായിട്ട് ഡെഫിനറ്റ്ലി ഒരുപാട് മാർക്കറ്റ് നല്ല രീതിയിലാണ് പോകുന്നത്. ഒരുപാട് പുതിയ ലൊക്കേഷൻസിൽ നല്ല ഫെസിലിറ്റീസ് വരുന്ന നല്ല ലൊക്കേഷൻസ് വരുന്നുണ്ട്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DLRC, അതുപോലെ അർജാൻ, ഇവിടെ എല്ലാം നല്ല പ്രോപ്പർട്ടി അപ്രീസിയേഷൻ വരുന്നുണ്ട്. സോ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദ റൈറ്റ് ടൈമാണ്. ഇപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും ആലോചിച്ചിരിക്കുകയാണ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പല ആൾക്കാരും ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ROI ഞാനെടുത്ത 2 വർഷം മുന്നേ ഉള്ളത് പോലെയാണോ, അല്ല ഇപ്പോൾ എന്തെങ്കിലും അതിൽ മാറ്റം ഉണ്ടോ? ഇപ്പോൾ ROI ബേസ് നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെൻ്റൽ ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. 2 രീതിയിലാണ് നമുക്ക് ബെനിഫിറ്റ്സ് വരുന്നത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രോപ്പർട്ടി അപ്രീസിയേഷനും, ഒന്ന് പ്രോപ്പർട്ടിയുടെ റെൻ്റൽ ഇൻകം. സോ ദുബായിൽ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മളത് റൈറ്റ് ലൊക്കേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 8% മിനിമം ഗ്യാരണ്ടിയാണ്. സോ 8%. അത് ഡിപ്പെൻസ്. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ടേം റെൻ്റലിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് മേ ബി 9-10%, 12% വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഷോർട്ട് ടേം റെൻ്റലിൽ. ബട്ട് 8% ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം മിനിമം. അതായത് ഏത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് നല്ല ലൊക്കേഷൻസ് ഉണ്ട്. ബേസിക്കലി എങ്ങനെയാണ് ഒരു ROI എവിടെയാണ് കൂടുതൽ കിട്ടുന്നത് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലൊക്കേഷൻസിൽ സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എന്നുള്ളൊരു നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിട്ടേൺസ് കിട്ടും. റെൻ്റൽ ഇൻകം 8% ഡെഫിനറ്റ്ലി ROI നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് പ്രകാശ് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സോ ഡെഫിനറ്റ്ലി കിട്ടും, അത് ഉറപ്പാണ്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ ദുബായ്? അതിനെപ്പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ദുബായിൽ ചോദിക്കുന്നത് ദുബായ് പർട്ടിക്കുലർലി ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് UAE എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അബുദാബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഷാർജയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റാസൽ ഖൈമയിൽ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെൻ്റൽ ഇൻകം, അതായത് റെൻ്റൽ കൂടുതലും ദുബായിലാണ്. അപ്പോൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ റെൻ്റൽ റിട്ടേൺസ് നമുക്കത് കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഷാർജയിൽ ഇൻവെസ്റ്റ് ചെയ്താലും അജ്മാലിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഈ റാസൽ ഖൈമയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും സോ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു റിട്ടേൺസ് കിട്ടും. പക്ഷേ പീരീഡ് കുറച്ച് ലോങ് ടേം ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1 ഇയറിൽ ഒരു പ്രോപ്പർട്ടി അപ്രീസിയേഷൻ കിട്ടുകയാണ്, ഇല്ലെങ്കിൽ 2 ഇയേഴ്സിൽ കിട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഷാർജയിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പീരീഡ് കുറച്ച് കൂടുതലായിരിക്കും. ഡെവലപ്മെൻറ്റ്സ് എല്ലാവിടെയും ഉണ്ട്, പക്ഷേ ദുബായ് പോലെ ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ്സ് വരുന്നില്ല. അതുപോലെ ഇപ്പോൾ ടൂറിസം ഏറ്റവും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് ദുബായാണ്.
സോ ദുബായിലാണ് ഈ ഷോർട്ട് ടേം റെൻ്റൽ, ഹോളിഡേ ഹോംസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദുബായിൽ കമ്പാരിറ്റീവ്ലി അതർ പ്ലേസ് നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതലാണ്, പിന്നെ ROയും കൂടുതലാണ്. അതാണ് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ബാക്കിയുള്ളവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇപ്പോൾ റാസൽ ഖൈമ നല്ല ബൂമായിട്ട് വരുന്നുണ്ട്. റാസൽ ഖൈമയിൽ അത് ഫ്യൂച്ചർ കണ്ടിട്ടാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ്. സോ അതായത് 2028 അവിടെ കാസിനോ വരുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അവിടെ ഇത് വരുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ദുബായ് ഓൾവേസ് ദുബായ്. അവിടെ കിട്ടുന്ന റിട്ടേൺസ് വേറെ എവിടെയും എന്തായാലും കിട്ടില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ 10 വർഷത്തെ എക്സ്പീരിയൻസിലെ ഒരു ഇത്. ഓക്കെ. അതുപോലെ വേറൊരു ഞാൻ ഫ്രണ്ട് സംസാരിച്ചപ്പോഴേ ആളിപ്പോൾ ആഫ്റ്റർ 5 years ഗോയിങ് ബാക്ക് ടു ഇന്ത്യ സെറ്റിൽ ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കുവാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ആളിവിടെ ഉണ്ടാവില്ല, ആള് 5 years ആയിട്ട് നാട്ടിൽ സെറ്റിൽ ആകാൻ പോകും. മനസ്സിലായി. ഓക്കെ. സോ ഇതിൽ ബേസിക്കലി 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ഒന്നില്ലെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനീസിനെ കൊടുക്കാം. സോ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനി അവർ തന്നെ മാനേജ് ചെയ്തോളും. സോ അവർ ഒരു ഫീസ്, അവർ ആനുവലി ഫീസ് എടുക്കും. സോ അവർ തന്നെ റെൻറ്റ് ചെയ്യും, നമുക്കൊരു ആനുവൽ ഒരു റിട്ടേൺസ് കിട്ടും. നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ Airbnb ഒരുപാട് ആൾക്കാർ ഇതുപോലെ എടുക്കുന്നുണ്ട്. സോ നമുക്കൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നാട്ടിൽ പോയി കഴിഞ്ഞാലും സോ ദേ വിൽ റൺ ദ ഷോ എവറിത്തിങ്. അവർ Airbnb അവർ തന്നെ നോക്കിക്കോളും, അവർ തന്നെ ക്ലയൻറ്റിനെ കൊണ്ടുവരും, അതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യും, എല്ലാം ചെയ്തോളും. നമുക്ക് അതിനുള്ള റിട്ടേൺസ് നമുക്ക് അവർ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അവർ നമുക്ക് ചെയ്തു തരും. ഓക്കെ. സോ ബേസിക്കലി നമുക്ക് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ പിന്നെ നാട്ടിൽ ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ള എല്ലാ പ്രവാസികളോടും NRIസിനോടും പറയുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്താൽ, ഞാൻ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു 1 bedroom നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ റിട്ടയർമെൻറ്റ് നാട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്കൊരു ആവറേജ് ഒരു വർഷത്തിൽ നമുക്ക് ഒരു 1 bedroom നല്ല ലൊക്കേഷനിലാണെങ്കിൽ ഒരു 85,000 to 95,000 നമുക്ക് പെർ ആനം ദരംസ് നമുക്ക് എന്തായാലും കിട്ടും. സോ അത് കമ്പാരിറ്റീവ്ലി അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുക ആവറേജ് മോർ ദാൻ ഒരു 21-22 lakhs ഒരു വർഷത്തിൽ നമുക്ക് റെൻ്റൽ ഇൻകം ഇവിടെ ഇരുന്ന് കിട്ടും. ഒരു പെൻഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. അത് പലരും ഇതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്കൊരു പെൻഷൻ പോലെ, നമുക്ക് പ്രവാസികൾക്ക് പെൻഷൻ ഇല്ല, നാട്ടിൽ പോയാലും നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വർഷത്തിൽ ഈസിലി ഒരു 22 lakhs നമുക്ക് മിനിമം പെൻഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ലൊരു കാര്യമാണത്. ഓക്കെ. അതുപോലെ നമ്മൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടാതെ മറ്റു വേറെ എന്ത് ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടും ദുബൈയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ? ലൈക്ക് ഗോൾഡൻ വിസ, അതുപോലെ അതിനെന്തെങ്കിലും ഒരു ക്യാപ്പ് ഉണ്ടോ? അത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ബേസിക്കലി ആസ് പെർ ദ റൂൾ പ്രകാരം 750,000 എബോവ് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് റെസിഡൻഷ്യൽ വിസ എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ. സോ എലിജിബിലിറ്റി ഉണ്ട്. അതായത് 750,000 എബോവ്. അപ്പോൾ ഇവൻ സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ ശരി, 1 bedroom ആണെങ്കിൽ ആ ഒരു വാല്യൂവിൻ്റെ പുറത്ത് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. മീൻസ് ഗോൾഡൻ വിസ കിട്ടും? No. Residential visa. Just 2 years visa. Residential visa as a investor എന്നുള്ള നിലയ്ക്ക് നമുക്ക് that's investor visa. പ്യുവർലി ഇൻവെസ്റ്റർ വിസ, അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ നമ്മളുടെ പ്രോപ്പർട്ടി വാല്യൂ 2 million and above ആണെങ്കിൽ നമുക്ക് ഗോൾഡൻ വിസ എലിജിബിലിറ്റി ഉണ്ട്. സോ ഈസ് എലിജിബിൾ ഫോർ എ ഗോൾഡൻ വിസ. സോ ദാറ്റ് ഈസ് 10 year വിസ. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് 2 million ഇൻവെസ്റ്റ് ചെയ്യണം. 2 million പ്രോപ്പർട്ടിയിലായാലും. അതെ 2 million വാല്യൂ വരുന്ന പ്രോപ്പർട്ടിയിലായിരിക്കണം. ഇപ്പോൾ കറൻ്റ്ലി അതാണ് ഇപ്പോഴത്തെ റൂള്. 2 million ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ് എലിജിബിൾ ഫോർ എ ഗോൾഡൻ വിസ. ഓക്കെ. നിങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഡ്രീം കാസിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി. ഓക്കെ. നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടിയാണ് ഇത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക? 1 bedroom ആണോ, 2 bedroom ആണോ? അതെ, അത് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയാം ഞാൻ. ഓക്കെ, പ്ലീസ്. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പല ആൾക്കാരും ബ്രോക്കർ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾക്കൊരു ഇൻവെസ്റ്റർക്ക് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക മാത്രമല്ല, നമ്മളത് ഒരു 1 time സെയിലല്ല, ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. സോ ബേസിക്കലി ഒരു ഇൻവെസ്റ്റർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങേർക്ക് അതിന് റിട്ടേൺസ് വേണം. അപ്പം നമ്മൾ റിട്ടേൺസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ. അപ്പം നമ്മൾ എന്താ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എല്ലാ പ്രൊജക്ട്സിനെ കുറിച്ചും നമ്മൾ ഒരു തരോ സ്റ്റഡി നടത്തും. നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ ഫ്യൂച്ചർ അട്രാക്ഷൻസ്, ആ ലൊക്കേഷൻസിൽ വരുന്ന എന്തൊക്കെ പുതിയ അമ്യൂണിറ്റീസാണ് വരുന്നത്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ക്ലയൻറ്റിന് അനദർ ഒരു 4 years 5 years എന്താണ് അവർക്ക് റിട്ടേൺസ് കിട്ടുക, അതിൻ്റെ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ എത്ര വരും,
ഇതിനെക്കുറിച്ചുള്ള നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തും. ഫീസിബിലിറ്റി സ്റ്റഡി ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി നിങ്ങളുടെ സൈഡ് നിങ്ങൾ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും നമ്മളത് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി നമുക്ക് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഓക്കെ ഓക്കെ, ഈ പ്രോപ്പർട്ടി ക്ലയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നാളെ ക്ലയൻറ്റ് പറയാണ്, സോ അനൂപ് ഈ പ്രോപ്പർട്ടി എനിക്ക് സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനത് സെല് ചെയ്യാൻ കൊടുക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. സോ എനിക്കത് സെല് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു നല്ല അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നമ്മൾ പ്രിഫർ ചെയ്തിട്ടാണ് ഒരിക്കലും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയുക, നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ പ്രോപ്പർട്ടിയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ പറയണത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതായത് ഒരു പ്രോജക്റ്റിൻ്റെ ഹൈലൈറ്റ്സ്, ആ പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റീസ്, ബാക്കിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്വാളിറ്റിയിൽ പോയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ലെസ് ക്വാളിറ്റിയിലും പോകാൻ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് ഒരു 2 ഇയേഴ്സിൽ നമുക്ക് റിട്ടേൺസ് വരുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സോ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന രീതിയിൽ അവർക്ക് 8% ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ കിട്ടും. ഒരു ഓവർ എ പീരീഡ് ഓഫ് 3 ഇയേഴ്സ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവർ പ്രോപ്പർട്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രോപ്പർട്ടി ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വിൽ ഗെറ്റ് ഒരു 30 to 40% പ്രോപ്പർട്ടി അപ്രീസിയേഷൻ നമ്മൾ മേടിച്ചു കൊടുക്കും. ഓക്കെ സോ ദാറ്റ് ഈസ് അവർ ഗ്യാരണ്ടി. ഓക്കെ സോ നമ്മളത് കൃത്യമായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യും. നിങ്ങൾ അതിലൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് വിട്ടേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ മോസ്റ്റ്ലി ഞാൻ കേൾക്കുന്നതാണ് ഈ ഫ്രീ ഹോൾഡും ലീസ് ഹോൾഡും. ഓക്കെ, അതെന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോഴും പല ആൾക്കാർക്കും പ്രശ്നം, ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ ഒരു 2 days ബാക്ക് ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റ് ഇവിടെ ആൾമോസ്റ്റ് 17 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ക്ലയൻറ്റ് ഷാർജയിലാണ്. ഓക്കെ അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ പുള്ളി ഇവിടെ പ്രോപ്പർട്ടി എടുത്ത് കഴിഞ്ഞാൽ 99 years അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഇത്ര കാലമായിട്ട് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും. അതായത് മുമ്പ് ആക്ച്വലി പല ലൊക്കേഷൻസിലും ഇവിടെ ഫ്രീ ഹോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഹോൾഡ് ഉണ്ട്, ലീസ് ഹോൾഡ്. ലീസ് ഹോൾഡ് എന്ന് പറയുന്നത് ഒരു 49 years അല്ലെങ്കിൽ 99 years ആണ്. പ്രോപ്പർട്ടി നമുക്ക് മേടിക്കാം, നമുക്കത് ഇത്ര വർഷത്തേക്കുള്ള ലീസാണ്. ലീസ് പിന്നെ ഇൻക്രീസ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും റൂൾസ് വന്നാൽ അത് മാറും. അപ്പോൾ അതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ഓക്കെ നേരെ മറിച്ച് ഇപ്പോൾ പല ദുബായ് ഗവൺമെൻറ് പല ലൊക്കേഷൻസും ഫ്രീ ഹോൾഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കരാമ, ബർദുബായ്, ദേര അങ്ങനെയുള്ള ഏരിയയിലല്ല. അതായത് അപ്കമിങ് ലൊക്കേഷൻസിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം കരാമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്രീ ഹോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജദാഫ് തൊട്ടിട്ടാണ്. സോ ജദാഫിന്ന് അങ്ങോട്ട് അങ്ങനെ ബിസിനസ് ബേ, മറീന അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം പിന്നെ ഫ്രീ ഹോൾഡ് ആണ്. പിന്നെ അവിടെ ഒന്നും ലീസ് ഹോൾഡ് ഇല്ല. എനിക്ക് തോന്നുന്നു ഭാഷയിൽ കുറച്ച് സ്ഥലത്ത് മാത്രം ഒരു ഏരിയയിൽ കുറച്ച് ഒരു ലീസ് ഹോൾഡ്, ബാക്കിയുള്ള കംപ്ലീറ്റ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ പല ലൊക്കേഷൻസും ഫ്രീ ഹോൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഹോൾഡ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പ്രോപ്പർട്ടി മേടിക്കുന്ന അതേപോലെ നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടി, അത് നമുക്ക് നമ്മളുടെ ലൈഫ് ലോങ് ആണ്. ഇനി നമ്മുടെ കാലശേഷം അത് നമ്മളുടെ മക്കൾക്കോ ആർക്കോ അങ്ങനെ വെച്ചാൽ അത് ആ രീതിയിൽ അത് പോകുന്നതാണ്. അപ്പം അതിനൊരു നിയമ തടസ്സങ്ങളും ഇല്ല. നമ്മൾ മേടിക്കുന്നത് 100% ഓണർഷിപ്പാണ്. 100% ഓണർഷിപ്പ്, അതിൽ ഒരു ഇതുമില്ല. ഫ്രീ ഹോൾഡ്. ലീസ് ഹോൾഡ് ഇല്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ഫ്രീ ഹോൾഡ് തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ദുബായ് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഫ്രീ ഹോൾഡ് ആക്കിയിരിക്കുന്നത്. മുമ്പ് ലീസ് ഹോൾഡ് ആയ ഏരിയ എല്ലാം ഇപ്പോൾ ഫ്രീ ഹോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവർ പ്രോപ്പർട്ടി ഇപ്പോൾ സെൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഷാർജയിലെ പല ഏരിയാസും ഫ്രീ ഹോൾഡ് ആക്കുന്നുണ്ട്. സോ അപ്പോൾ ബേസിക്കലി അവർ UAE ഗവൺമെൻറ് വെരി സപ്പോർട്ടീവ്. നമ്മുടെ ആൾക്കാർ പ്രോപ്പർട്ടി മേടിക്കണം, സ്വന്തമായിട്ട് മേടിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി ഇല്ല. ഇത് പക്ഷെ പലർക്കും അറിയില്ല. ഈവൻ ദുബായിൽ 10 വർഷം 15 വർഷം ഇരുന്നിട്ട് ഇത് അറിയുന്നില്ല പല ആൾക്കാർക്കും. ഇപ്പോഴും ഫ്രീ ഹോൾഡ് എന്താണ്, ലീസ് ഹോൾഡ് എന്താണ്, പിന്നെ 19 years ലീസ് എന്താണ്, പലയിടത്തും സംസാരിക്കുമ്പോൾ അത് ചോദിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. ഇത് ഇവിടുത്തെ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം നാട്ടിലെ കാര്യം പറയുന്നത്. അപ്പം നാട്ടിൽ ഞാൻ എൻ്റെ കൂടുതലും ക്ലയൻറ്റ്സ് നാട്ടിൽ നിന്നാണ്. ഇപ്പോഴും നാട്ടിൽ ഇത് അവയർനെസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ബേസിക്കലി ഇപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ മേടിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കാം. രജിസ്ട്രേഷൻ ചാർജസ് കുറവാണ്, ടാക്സ് ഇല്ല. സോ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നാട്ടിൽ മേടിക്കുന്ന ഞാൻ ഇത് കമ്പയർ ചെയ്യില്ല, എന്നാലും പറയണ വെച്ചാൽ ഇവിടെ മേടിക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ്സ് അവർക്ക് കൂടുതൽ കിട്ടും. അതാണ് അപ്പോൾ ഫ്രീ ഹോൾഡ്, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് മെയിനായിട്ട്.
അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ മീഡിയാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അതെ ഇപ്പോൾ റീസെൻ്റ്ലി ഒന്ന് കണ്ടതായിരുന്നു, വിത്തിൻ നിങ്ങളുടെ റെൻ്റ് എമൗണ്ട് നിങ്ങൾക്ക് റെഡി ടു മൂവ് അപ്പാർട്ട്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ല എങ്ങനെ റെന്റൽ നമ്മളിപ്പോൾ റെൻ്റിൽ താമസിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ. ആ റെൻ്റ് എമൗണ്ട് ഒക്കെ 3,500 4,000 5,000 മന്ത്ലി പേയ്മെൻറ്റ് കൊടുത്താൽ റെഡി ടു മൂവ് അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണെന്ന്. അല്ല പരസ്യം ബേസിക്കലി ഏത് പരസ്യം വിശ്വസിക്കണം ഏത് പരസ്യം വിശ്വസിക്കണ്ട എന്നുള്ളത് അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ഇപ്പം അത്രയും മാർക്കറ്റിംഗ് അത്രയും ഉണ്ട്, സെൽഫ് മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ജെന്യൂനിറ്റി നമ്മൾ മനസ്സിലാക്കി ചെയ്യാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആരും ഇതിൽ ഇതായിട്ട് പറയാം ലീഗാലിറ്റി ഉണ്ടോ, ഇത് ഇങ്ങനെ വരുന്ന പരസ്യങ്ങളിൽ എന്തെങ്കിലും ലീഗാലിറ്റി ഉണ്ടോ? ബേസിക്കലി ഒരു പ്രോജക്റ്റിനെ അതായത് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെവലപ്പറുടെ പ്രൊജക്റ്റ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് പെർ ദ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് റൂൾ പ്രകാരം നമുക്ക് അവിടെ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കണം 100%. എന്നിരുന്നാൽ മാത്രമേ അതിനൊരു ജെന്യൂനിറ്റി ഉള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ, അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആണെങ്കിൽ അയാൾ ഒരു റേറ കാർഡ് ഹോൾഡർ ആണോ, അയാൾ ലീഗലി അപ്രൂവ്ഡ് ഏജന്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഈ പറയുന്നതെല്ലാം സത്യമാവണമെന്നില്ല. ഇത് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഇപ്പോൾ ഈ വരുന്ന റീൽസിൽ പല കാര്യങ്ങളും നമുക്ക് 100% സത്യം ആണെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഇപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സാണ്, എല്ലാവരും എൻജിനീയേഴ്സാണ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു thousands ഓഫ് റീൽസ് ഉണ്ടാവും ഹെൽത്തിനെ കുറിച്ച് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് മാത്രം ചെയ്തിട്ട് ആ റീൽസ് മാത്രം ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ പ്രകാശ് ചോദിച്ച ക്വസ്റ്റിന്, അതായത് റെൻറ്റ് താമസിച്ചിട്ട് ചില സമയത്ത് ചില പ്രോപ്പർട്ടി യൂഷ്വലി ഇവിടെ എങ്ങനെ സെയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് വൺസ് അത് ലോഞ്ചിങ് ടൈമിൽ തന്നെ മോസ്റ്റ്ലി ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്, ഒരു 250 അല്ലെങ്കിൽ 300 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ലോഞ്ചിങ് ടൈമിൽ തന്നെ ദേ വിൽ സ്റ്റാർട്ട് സെല്ലിങ്. സോ അപ്പോൾ തന്നെ എല്ലാം സെല്ല് ചെയ്യും. ആ സമയത്ത് അതായത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് പ്ലാനിൽ എടുക്കണം. റെഡി ടു മൂവ് എടുക്കുന്ന പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഭയങ്കര അപ്പായിട്ടിരിക്കും, അല്ല ഭയങ്കര പീക്കിൽ നിൽക്കുക. ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുന്ന ഈ സെല്ല് ചെയ്യുന്ന ആൾ എന്തായാലും ഒരു അപ്രീസിയേഷൻ എടുത്തിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ ഓക്കെ എൻഡ് യൂസിങ് ആണ്, ഞാനിപ്പോൾ എനിക്ക് കയറി താമസിക്കണം, ഞാൻ റെൻറ്റിന് പകരം ഞാൻ അവിടെ കയറി താമസിക്കണം, ഓക്കെ നമ്മളൊരു ഹയർ എമൗണ്ട് കൊടുത്ത് മേടിച്ച് നമ്മൾ അവിടെ താമസിക്കണം നോക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾവേസ് എൻ്റെ ക്ലയൻറ്റ്സിന് എപ്പോഴും പറയുന്നത് ഓഫ് പ്ലാൻ പോവാം. ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കിട്ടും. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു 350 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു 3-4 months നമുക്ക് അത് കംപ്ലീറ്റ്ലി സെല് ചെയ്യും. അതിനുശേഷം വൺസ് പ്രോപ്പർട്ടി റെഡി ആവുന്ന സമയത്ത് പല ആൾക്കാരും ഈ പ്രോപ്പർട്ടി ഫ്ലിപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് മേ ബി അവർക്ക് ഇതുപോലെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കാം, ഇല്ലെങ്കിൽ മോർഗേജിന് പോവാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പേഴ്സ് പേയ്മെൻറ്റ് പ്ലാൻസ് കൊടുക്കുന്നുണ്ട്, മോർഗേജ് പോവാതെ തന്നെ. ഇപ്പോൾ 30%, 35% അടച്ചാൽ മതി. ബാലൻസ് ഉള്ള 65% പ്രോപ്പർട്ടി റെഡി ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് മോർഗേജിലോട്ട് പോവാം. നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എടുത്ത് കൊടുക്കണ്ട, മോർഗേജിലോട്ട് പോവാം. അപ്പം മോർഗേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മോർഗേജിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റെന്റ് ഒരു 3000 dirhams അല്ലെങ്കിൽ 4000 dirhams ആണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ EMI അടച്ചാൽ ആ പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തമാണ്. അപ്പം അതാ പറയണത്, അതാണ് അതിൻ്റെ ക്യാച്ച് അതാണ്. അപ്പോൾ പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വെറും മന്ത്ലി കൊടുക്കുന്ന റെന്റ് കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതാണ് അതിൻ്റെ ക്യാച്ചിങ് പോയിന്റ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇവിടെ ദുബായിൽ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ പ്രകാശിക്ക് അറിയാമല്ലോ, നമ്മൾ 24% കൊടുക്കേണ്ടത്. 4% DLD-യിലും 20% നമ്മൾ ഇനീഷ്യൽ പേയ്മെന്റ്. സോ അതിനുശേഷമാണ് ഈ പേയ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ഡെവലപ്പർ ചിലപ്പോൾ 14 കൊടുത്ത് പിന്നെ 10 ഒരു 2 മാസം സമയം വരും. എന്നാലും 24% നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരുന്നത്.
അതിനുശേഷം പേയ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ ഡാനൂബ് പോലത്തെ 1% പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, ക്വാർട്ടർലി 5% ഉണ്ട്, ഓക്കെ അങ്ങനെ പലതുണ്ട്. ഓക്കെ പക്ഷേ ഏറ്റവും ബെസ്റ്റ് പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കൊടുക്കുന്നു. ഇപ്പോൾ 30%, 40% കൊടുക്കുന്നു. എന്നതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി പിന്നെ നമുക്ക് പ്രോപ്പർട്ടി റെഡിയായി കീ കിട്ടുമ്പോഴാണ് നമ്മൾ ബാലൻസ് എമൗണ്ട് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്താണ് മോർഗേജ്, ഇപ്പോൾ പ്രകാശി പോലെ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നമുക്ക് മോർഗേജിന് പോകുന്നത് ഡെഫിനറ്റ്ലി മോർഗേജ് എലിജിബിലിറ്റി ഉണ്ട്, മോർഗേജിന് പോകണം. അപ്പോൾ അവർ മോർഗേജുകാർ അപ്പോഴത്തെ പ്രോപ്പർട്ടി വാല്യൂഷൻ ചെയ്യും. വാല്യൂഷൻ ചെയ്ത് ആ വാല്യൂവിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു 80% വരെ ലോൺ കിട്ടും. ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു EMI വെച്ചിട്ട് അടച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കുകയും ചെയ്യാം. റൈറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ സമയത്ത് ഓക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ് അതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ അനുജ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പേയ്മെന്റ് പ്ലാനിന്റെ കാര്യം, നമ്മളിപ്പോൾ ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് പേയ്മെന്റ് പ്ലാൻ എങ്ങനെ കിട്ടുക? പേയ്മെൻറ്റ് പ്ലാന് ആർക്ക് വേണമെങ്കിലും എലിജിബിലിറ്റി ആണ്. അതായത് UAE റെസിഡൻറ്റ് എന്ന് ഇല്ല. പ്രോപ്പർട്ടി മേടിക്കുന്ന ഏതൊരു ആൾക്കും പേയ്മെൻറ്റ് പ്ലാൻ എലിജിബിലിറ്റി ഉണ്ട്. സോ ആ പേയ്മെൻറ്റ് പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഔട്ട്സൈഡ് നോൺ റെസിഡൻറ്റിനാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് മോർഗേജ് എലിജിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, അവർക്ക് മോർഗേജ് എലിജിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പേയ്മെൻറ്റ് പ്ലാന് എലിജിബിലിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ്. അവർ ഇനീഷ്യൽ 24% കൊടുത്ത് ബാലൻസ് അവർക്ക് ടൈം ഉണ്ട് 6 months, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ അത് ചെയ്താൽ മതി. സോ പേയ്മെൻറ്റ് പ്ലാൻ ഈസ് എലിജിബിൾ ഫോർ ഓൾ റെസിഡൻഷ്യൽ നോൺ റെസിഡൻ്റ് ആണെങ്കിലും പേയ്മെൻറ്റ് പ്ലാന് അവൈലബിലിറ്റി ഉണ്ട്. അത് പ്രശ്നമുള്ള കേസല്ല. ഓക്കെ ഓക്കെ അനുജ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയൊരു ഇൻവെസ്റ്റർ വരുവാണ്, ദുബൈനെ പറ്റി ആൾക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചാൻസസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ അറിയില്ല. ഇപ്പോൾ നമ്മളൊരു പുതിയൊരാൾ വന്നിട്ട് ഇവിടെ ഒരു പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ എത്ര ടൈം ലിമിറ്റ് വേണ്ടി വരും? 2 days, 5 days, 10 days, 1 month? ഇവിടെ എന്താണ്? അത് വളരെ സിമ്പിളാണ് ഇവിടുത്തെ പ്രൊസീജിയർ. നാട്ടിലെ പോലെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടില്ല, വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ക്ലയൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാതെ തന്നെ പ്രോപ്പർട്ടി എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് പറയാം. ഓക്കെ ഈ ഒരു ക്ലയൻറ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഒന്നല്ല, ഐ തിങ്ക് എനിക്ക് ഒരു 4-5 ക്ലയൻസ് എൻ്റെ UK-ലും US-ലും ഉണ്ട്. ഓക്കെ സോ അതിൽ 2-3 ക്ലയൻസ് ഇവിടെ കണ്ടെടുത്താണ്. അതിൽ 2-3 ക്ലയൻസ് വരാതെ എടുത്തിട്ടുണ്ട്. ഓക്കെ സോ ബേസിക്കലി നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ലേ ഔട്ടും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു സൂമിൽ മീറ്റിങ്ങിൽ വെച്ചതിന് ശേഷം നമ്മൾ ഓക്കെ ആണെങ്കിൽ ക്ലയൻറ്റ് ഇനീഷ്യലി ജസ്റ്റ് ഹി ക്യാൻ ബുക്ക് ഒരു 10,000 അല്ലെങ്കിൽ 20,000 കൊടുത്ത് നമുക്ക് യൂണിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ ജസ്റ്റ് ബുക്കിംഗ്, ആ പേരിൽ ആ പർട്ടിക്കുലർ യൂണിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിടുന്നു. ഓക്കെ അതിനുശേഷം ഇപ്പോൾ ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് നമ്മൾ പൈസ ട്രാൻസ്ഫർ ത്രൂ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ആ ലിങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഓക്കെ മേ ബി ഒരു 10 to 15 days കൊണ്ട് ബാലൻസ് പുള്ളി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. വൺസ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് എമൗണ്ട് ഇവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ അവരുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു വിത്തിൻ എ വീക്കിനുള്ളിൽ സെയിൽസ് ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ സോ സെയിൽസ് ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അത് അവർക്ക് മെയിലിൽ അയച്ചു കൊടുക്കും. ഓക്കെ സോ മെയിലിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ്ലി സൈൻ ചെയ്ത് തിരിച്ച് അവരത് അയച്ചു തരും. എന്നതിന് ശേഷം ഇവർ ഡെവലപ്പറും അതിൽ സൈൻ ചെയ്ത് അത് എക്സിക്യൂട്ടീവ് ചെയ്യും. ഓക്കെ സോ ദ രജിസ്ട്രേഷൻ പ്രോസസ് ഈസ് ഫിനിഷ്. ഡൺ. ഇവിടെ ആൾ വേണമെന്നില്ല, ആളെ വേണമെന്നില്ല. അങ്ങനെ ഓൾറെഡി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ആൾ വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു ഫോറിൻ ആൾ, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു ക്ലയൻറ്റ് വരികയാണ്, എനിക്ക് പ്രോപ്പർട്ടി കാണണം എന്ന് പറഞ്ഞു വന്നു. ജസ്റ്റ് പുള്ളിക്ക് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ അറിയണം, പ്രോപ്പർട്ടിയുടെ എന്താണ് അതിൻ്റെ ഇൻറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി ഇതുപോലെ തന്നെ പുള്ളിക്ക് ബുക്ക് ചെയ്യാം, ബുക്കിംഗ് എമൗണ്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ബാലൻസ് എമൗണ്ടിൻ്റെ 24% കൊടുത്തു കഴിഞ്ഞാൽ അത് 4% DLD ആണ്, ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫീസാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ സോ ഒരു വിത്തിൻ ഒരു വീക്കിനുള്ളിൽ സെയിൽസ് ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ് യൂഷ്വലി അത് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. വേറെ ഒരു ഹെക്ടിക്കോ വേറെ ആയിട്ടുള്ള ഒരു കാര്യമില്ല. എവറിത്തിങ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്. ഓക്കെ സോ മീൻ ടു സേ വിത്തിൻ എ വീക്ക് നമ്മൾ കാര്യങ്ങൾ നടത്തി വിത്തിൻ എ വീക്ക് നമുക്ക് ചില സമയങ്ങളിൽ ഞാൻ അതും കൂടി പറയാം. കാരണം ചില ഡെവലപ്പേഴ്സ് ടേക്ക് സെയിൽസ് ആൻഡ് ബിക്കോസ് ഒരേ സമയത്ത് 5-6 പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്യുന്ന വലിയ വലിയ ഡെവലപ്പേഴ്സ് ഉണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഈ സെയിൽസ് ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ് കുറച്ച് മേ ബി ഒരു 20 days or 25 days ഒക്കെ എടുത്തുനിന്ന് വരും ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ. ബട്ട് അതും പ്രോബ്ലം ഇല്ല. സോ വൺസ് നമ്മൾ ബുക്ക് ചെയ്ത് 24% പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെയിൽസ് ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ അത് സൈൻ ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുന്നു. ദെൻ ദേ വിൽ എക്സിക്യൂട്ടഡ്. സോ മാറ്റർ ഫിനിഷ്. സോ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അല്ലാണ്ട് വേറെ ഒരു ഹെക്ടിക്കും ഇല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ.
ഈ ദുബായ് പോലെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും പ്രോപ്പർട്ടി മേടിക്കാൻ ഇത്ര ഈസി ആയിട്ട് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ ഒരു കൺഫ്യൂഷൻസേ ഇല്ല അതിൽ. ഓക്കെ അനുജ്, അതുപോലെ നമ്മളിപ്പോഴും ഇപ്പോൾ ഞാൻ പ്രോപ്പർട്ടിയുടെ 2023 വെച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴും നോക്കുവാണെങ്കിൽ ദുബായ് അഗൈൻ ഫീൽഡാണ്. എങ്ങോട്ട് നോക്കിയാൽ റൂംസ് ഒന്നും കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി ദുബായ് എങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്? അതായത് പ്രകാശ് ചോദിക്കുന്നത് ബേസിക്കലി ഫ്യൂച്ചറാണ്. സി ഞാൻ അതിനെ ഒരു ക്ലാരിറ്റി പറയാം. സി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ, അതായത് അനദർ ഒരു 3 to 4 years എഗെയിൻ 3.5 million ആൾക്കാർ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. സോ ദേ ആർ എക്സ്പെക്ടിങ്. ഓക്കെ, സോ ആൾക്കാർ ഇനിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ഫീൽഡാണ് ഇത് എങ്ങനെയാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. സോ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെയാണ് കിടക്കുന്നത്. സി നമുക്ക് ആസ് എ റിയൽ എസ്റ്റേറ്റ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ദുബായിയുടെ ഡെവലപ്മെന്റ്സ് ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ കരാമ, ബർദുബായ്, ദെൻ ജദാഫ്, ഇപ്പോൾ ഈ ഏരിയ അങ്ങോട്ട് ദുബായ് ആ സൈഡിലോട്ട്, ദുബായ് സൗത്തിലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജബലാലി സൈഡിലോട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ $180 billion പ്രൊജക്റ്റ് എയർപോർട്ടാണ് ദുബായ് അൽ മക്തൂം എയർപോർട്ട് വരാൻ പോകുന്നത്. സോ അത്രയും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദുബായ് സൗത്ത് ഈസ് ഗോയിങ് ടു ബി ഇൻ എ ബിഗ് രീതിയിൽ ഡെവലപ്മെൻറ്റ്സ് വരാൻ പോവാണ്. സോ ആ സൈഡ് ഒരുപാട്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഞാനൊരു 3.5 വർഷം 4 വർഷം മുമ്പാണ് ഞാൻ ദുബായ് സൗത്തിൽ ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് പ്രോപ്പർട്ടി മേടിച്ചു കൊടുത്ത്. 2 ചെറിയ സ്റ്റുഡിയോ ആണ് ക്ലയൻറ്റ് എടുത്തത്. അത് ഓഫ് പ്ലാനിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്ലയൻറ്റിന് അത് പെട്ടെന്ന് നാട്ടിലോട്ട് പോകേണ്ടി വരുന്നു. ഇവിടുന്ന് എല്ലാം വിട്ട് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് അത് സെല് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ സെല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആസ് എ ഒരു ഇൻവെസ്റ്റർക്ക് നമ്മളൊരു ഹെൽപ്പ് ചെയ്യണമല്ലോ. സോ ഞാൻ ആ പ്രോപ്പർട്ടി എടുത്തു. അത് ഞാൻ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 45,000 എനിക്ക് റെൻറ്റ് കൊടുത്തായിരുന്നു. ഇപ്പോൾ ദുബായ് സൗത്ത് ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ്. സോ യു കാൺ ബിലീവ്, നമ്മൾ ഈ ഒരു 3-6 months ബാക്കിൽ ഞാൻ ആ പ്രോപ്പർട്ടി രണ്ടും സെയിൽ ചെയ്തു. എനിക്ക് 600,000 dirhams മിനിമം 2 പ്രോപ്പർട്ടിയിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ റിട്ടേൺസ് കിട്ടി. അപ്പോൾ ഒരു 3 വർഷത്തിൽ എനിക്കൊരു 300,000 പ്രോഫിറ്റാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ, ആ ഒരു ഏരിയയിൽ. സോ ഞാനത് എടുക്കുന്ന സമയത്ത് പലരും പറഞ്ഞു, ആ സ്ഥലത്ത് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളെപ്പോഴും ഞാനത് പറഞ്ഞു, ആസ് എ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് നമ്മളെപ്പോഴും ഫ്യൂച്ചർ നോക്കിയിട്ടാണ്, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലയൻ്റ് എടുത്ത് പറയാറ്. എനിക്കറിയാം ഡെഫിനറ്റ്ലി ദുബായ് സൗത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈവൻ ഈ 600,000 മേടിച്ച ആൾക്കും അത് പ്രോഫിറ്റ് ആയിരിക്കും. ഇനിയൊരു ഫ്യൂച്ചറിൽ അത് ഇനിയും ഡെവലപ്മെൻറ്റ്സ് വരാൻ പോകുന്നത്. അതുപോലെ എക്സ്പോസിറ്റി. സോ എനിക്കറിയുന്ന ഞാനൊരു എക്സ്പോസിറ്റിയിൽ ഒരു ക്ലയൻറ്റിന് നമ്മളവിടെ വില്ല, അവിടെ ഒരു ആ ഏരിയ കംപ്ലീറ്റ്ലി ടോട്ടലി ഡിഫറെൻ്റ് ആണ് എക്സ്പോസിറ്റിയിൽ. അവിടെ വില്ല 6 million 7 million ഉള്ള വില്ല ഇപ്പോൾ 10 million 15 million വില്ല പോകുന്നത്. സോ ദുബായ് അങ്ങോട്ട് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സൈഡിലോട്ട്. അതുപോലെ തന്നെ ദുബായ് ഈ സൈഡിലോട്ടും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സൈഡ് അറിയോ? പോർട്ട് റഷീദ് സൈഡ്, ദുബായിയുടെ പോർട്ട് റഷീദ് സൈഡിൽ. ഇപ്പോൾ ആ സൈഡിൽ ഇപ്പോൾ ദുബായ് ഐലൻഡ് ഓൾറെഡി ദുബായ് ഐലൻഡിൽ ഒരു 1 bedroom എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി മിനിമം നീഡ് ടു പേ 2 million 2.7 million ആണ് പ്രൈസിങ് ഒരു 1 bedroom. സോ അത്രയും പ്രൈസിങ്ങിലും അവിടെ ഇപ്പോഴും ഭയങ്കര ഫാസ്റ്റായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഐലൻഡ് അവിടെ ആ സൈഡിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോർട്ട് റഷീദ് ഇപ്പോൾ കംപ്ലീറ്റ്ലി പ്രോജക്ട്സുകൾ വരാൻ പോകുന്നത്, വാട്ടർ ഫ്രണ്ട് പ്രോജക്ട്സ് ആണ്. സോ 100% അനദർ ഒരു അതായത് 2030 വരെ ദുബായ് ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ഫിക്സ്ഡ് ആണ്. സോ അതാണ് ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. അവർ ഓൾറെഡി പ്ലാൻഡ് ആണ്. അനദർ 10 years എന്തൊക്കെ പ്രോജക്ട്സ് വരും, എത്ര ഇവിടെ ഡെവലപ്മെൻറ്റ്സ് വരും. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആസ് എ റിയൽ എസ്റ്റേറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ എൻ്റെ ഒരുപാട് ക്ലയൻറ്റ്സ് ഒരു 2 years ബിഫോർ അർജാനിൽ ഇൻവെസ്റ്റ് ചെയ്ത 800,000 1 bedroom ഇൻവെസ്റ്റ് ചെയ്ത ക്ലയൻറ്റ് ഇപ്പോൾ നമ്മൾ വെരി റീസെൻ്റ്ലി സെല് ചെയ്ത് 1.1 million ആണ്. റെഡി ടു മൂവ്. സോ ഒരു 2 years 3 ലക്ഷം dirhams പ്രോഫിറ്റ് ഏത് ബിസിനസ്സിലാണ് കിട്ടുക?
വളരെ സിമ്പിൾ. അപ്പോൾ അതുകൂടി ആലോചിക്കണം. ഇപ്പോൾ 800,000 ആണ് ആ 1 ബെഡ്റൂം ഓഫ് പ്ലാനിൽ എടുത്തത്. ഓക്കെ, അതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എന്താണ്? 60% മാത്രമേ അടയ്ക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി 40% ഹാൻഡ് ഓവർ സമയത്താണ്. ഓക്കെ. അപ്പോൾ 800,000-ന്റെ 60% മാത്രം അടച്ച് പ്രോപ്പർട്ടി എടുത്ത് പ്രോപ്പർട്ടി വൺസ് റെഡി ആവുന്ന സമയത്ത് നമ്മൾ 1.1 മില്യണ് നമ്മൾ പ്രോപ്പർട്ടി വിൽക്കുന്നു, ഫ്ലിപ്പ് ചെയ്തു. സോ ഈസിലി ഒരു യൂണിറ്റിൽ നിന്ന് 3 ലക്ഷം ദിർഹംസ്. ആ ക്ലയൻറ്റ് ഒരു 5 യൂണിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കണക്കാക്കിയാൽ മതി. സോ ഇതാണ് ഓപ്പർച്യൂണിറ്റി, അതാണ് ഓപ്പർച്യൂണിറ്റി. സോ ദുബായ് സംബന്ധിച്ചിടത്തോളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ ഡെയിലി എത്ര പേര് ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ജോലിക്കും അതിന്. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കണമെങ്കിലും സ്റ്റിൽ ഇസ് ഡിമാൻഡ് ഈസ് ദെയർ. ഓക്കെ, ഓക്കെ. അപ്പോൾ ടൗൺ ഹൗസസ് ഇപ്പോഴും ടൗൺ ഹൗസസ് ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡാണ്. ഇൻഡിപെൻഡൻറ്റ് വില്ലാസ്. സോ ദുബായ് ഈസ് ഓൾവേസ് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. അല്ല, അതാണ് ഇപ്പോഴും നമ്മൾ കിസൈസ് തൊട്ട് DIP വരെ നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും ഫുള്ളാണ് കാണുന്നത്. അതെ. എനിക്ക് പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തി പറയുന്നൊരു കാര്യം, പക്ഷേ ഇന്നും ആൾക്കാർ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതാണ് വളരെ സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 30 വർഷവും 35 വർഷമായിട്ടും താമസിക്കുന്ന എനിക്കറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കരാമയിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. 30 വർഷം 35 വർഷമായിട്ടും താമസിക്കുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി പോലും എടുത്തിട്ടില്ല. എടുത്താൽ എന്താവും ഈ ഡൗട്ടാണ്, എന്നും കൺഫ്യൂഷനാണ്, ഡൗട്ടാണ്, പേടിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റുഡിയോങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന്. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാതെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇല്ല മാർക്കറ്റ്, എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പോൾ 3 വർഷം മുമ്പ് പറയും ഇല്ല മാർക്കറ്റ് ഡൗൺ ആവും, നമുക്ക് ഇതില്ല. ഇതിപ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതെ 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 നമ്മളും കുറേ സംസാരിച്ചു. അതെ അതെ. അല്ല, നമ്മളെപ്പോഴും നമ്മുടെ മലയാളീസുള്ള ഒരു പ്രശ്നമാണ് അത്. ഒരു പേടി ഉൾഭയം എപ്പോഴും ഉണ്ട്. നമ്മൾ ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോകേണ്ടതാണ് എന്നുള്ള ഒരു പേടിയുള്ളവരാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മടി വരുന്നതല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ ആൾക്കാർ വരുന്നു വിചാരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പുതിയൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എത്ര ഒരു കാരണവശാലും ഒരു മില്യൺസ് ഒന്നും കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ 1 ബെഡ്റൂം, അതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ബെസ്റ്റ്. ഈ സ്റ്റുഡിയോ 1 ബെഡ്റൂം ആണ് നമുക്ക് ഈ ദുബായിൽ റെന്റലായിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റെന്റൽ ഇൻകം കിട്ടുന്നതും. നമുക്ക് ഇനി റെന്റൽ അല്ല ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിലും പ്രോപ്പർട്ടി നമുക്ക് പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ 1 ബെഡ്റൂം ഈസിലി നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. 2 ബെഡ്റൂം 3 ബെഡ്റൂം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇതാണ്. അപ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ 1 ബെഡ്റൂം ഒരു ചെറിയൊരു എമൗണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിലെല്ലാം ബെനിഫിറ്റ്സ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ടൗൺ ഹൗസിലോട്ടോ നമുക്ക് അടുത്ത അതിലോട്ടോ നമുക്ക് പോവാം. പക്ഷെ ഇതെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അനുജ്, നിങ്ങൾ അന്ന് തന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് നമ്മൾ 1 മില്യൻ്റെ പ്രോപ്പർട്ടിയാണ് എടുത്തത്. അതിൽ നമ്മളത് 40% പേയ്മെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് റെഡി ടു മൂവ് ആയപ്പോഴത്തേക്കും അത് 1.2 ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 1.3 മില്യൺ ഉണ്ട്. അത് ഞാൻ എപ്പോഴും റെന്റ് ഔട്ട് ചെയ്തപ്പോഴത്തേനും എനിക്ക് അതിൽ 80,000 ഓൾമോസ്റ്റ് വന്നു. എല്ലാ വർഷവും 80,000 വെച്ച് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഈ പറഞ്ഞ വർഷം കൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 200,000 അതിൽ പ്രോഫിറ്റ് വന്നു. ഓക്കെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ പുതിയ പ്രോപ്പർട്ടീസ് വരുവാണെങ്കിൽ നമുക്ക് നോക്കാവുന്നതേ. അല്ല, അതാ ഞാനത് അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാനത് ഒരു ഫോർകാസ്റ്റ് ആണ് പറഞ്ഞത്. അതെ അതെ. പ്രൈസർ എടുത്ത് പറഞ്ഞു ഞാൻ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഇപ്പോൾ 1 മില്യൺ ആണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ. അപ്പോൾ അത് നോട്ട് ചെയ്തു. ഓക്കെ, 1 മില്യൻ്റെ 40% നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ അത് ആ എമൗണ്ട് മാത്രം, ബാലൻസ് നമുക്ക് ആ എമൗണ്ട് മാത്രമേ കാണാൻ പറഞ്ഞുള്ളൂ. ബാലൻസ് നമുക്ക് മോർഗേജ്, നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ മോർഗേജ് കിട്ടി. നമ്മൾ ആ എമൗണ്ട് നമ്മൾ മോർഗേജിലോട്ട് പോയി. ഇപ്പം നമുക്ക് റെൻ്റൽ ഇൻകമായിട്ട് അതൊരു 80,000-ഓളം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രോപ്പർട്ടി വാല്യൂ കറണ്ട് മാർക്കറ്റ് അവിടുത്തെ ഈ പ്രകാശിയുടെ പ്രോപ്പർട്ടി ഇപ്പോൾ ഇന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.3 മില്യൺ നമുക്കത് ബെനിഫിറ്റ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ചാർജസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് 2.5 ലക്ഷം ദിർഹംസ്, 250,000 പ്രോഫിറ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. നിങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്തും കറക്റ്റ് ആയിരുന്നു. EMI നമുക്ക് ഈ റെന്റിന് അടഞ്ഞു പോകും. ഇത് നമുക്ക് അടഞ്ഞു പോകും. നാളെ നമുക്ക് ഇനിയിപ്പോൾ വേണ്ട റെന്റൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്താൽ അതിന്റെ പ്രോഫിറ്റ് എടുക്കാം, ലോൺ ക്ലോസ് ചെയ്യാം. കറക്റ്റ്. സോ ആ ഫോർകാസ്റ്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞു. എന്തായാലും അത് നല്ലൊരു ഡിസിഷനായിരുന്നു. സീരിയസ്ലി അന്ന് എടുത്തൊരു ഡിസിഷൻ നല്ലൊരു ഡിസിഷനായിരുന്നു. റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെ.
ഓക്കെ പ്രകാശ് അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. സോ എനിവേ ഈ തിരക്കിനിടയിലും പ്രകാശ് ഇവിടെ വന്നതിൽ റിയലി താങ്ക്സ്. കാരണം ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, അത് ഒരു റിയൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരാളെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി പ്രകാശിയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും താല്പര്യമുള്ളെങ്കിൽ, ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാം. സോ നമുക്ക് അവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ആയിക്കോട്ടെ. ഓക്കെ സോ ഇത് ഡ്രീം കാസലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് വീഡിയോസാണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ റിവ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഒരു പ്രോപ്പർട്ടി മേടിക്കേണ്ട ആൾക്കാരുടെ എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് ക്ലയൻറ്റ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി എടുക്കുക എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് റിയൽ എസ്റ്റേറ്റ് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കമ്പനിയുടെ പേര് ഡ്രീം കാസൽ റിയൽ എസ്റ്റേറ്റ് എന്നാണ്. സോ എൻ്റെ നമ്പർ, എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ കീപ്പ് ഇൻ ടച്ച്. താങ്ക് യു സോ മച്ച്.